ഏട്ടത്തി ഞാൻ നിങ്ങളോട് മാന്യമായിട്ട് പറയാം, ഇവിടെ ഇത് പറ്റത്തില്ല. ഈ പൈസക്ക് ഇവിടെ വന്ന് കിടന്ന് ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞങ്ങളും കുടുംബമായിട്ട് ഇവിടെ താമസിക്കുന്നതാ. വല്ല ഉണ്ടെങ്കിൽ കൊടുത്തവരെ പറഞ്ഞു വിടാൻ നോക്ക്. അതിന്റെ കയ്യിലില്ല. നാണക്കേടാണെങ്കിലേ നിങ്ങളിതാ പൈസ. അയ്യോ, അതിന്റെ കൊട്ടാല അവിടെ കേൾക്കുന്നത്. ഞാൻ കൊടുത്തത് ഇതുവരെ അവർ തിരിച്ചു തന്നിട്ടില്ല. ചേച്ചി ഞാൻ കാല് പിടിക്കാം, ഈ ഒരു പ്രാവശ്യം കൂടെ ചേച്ചി ഒന്ന് ക്ഷമിക്ക്. ഏട്ടൻ ഉറപ്പായിട്ട് ഉച്ചയ്ക്ക് കാശിട്ട് തരും. എന്റെ മിനി, 12 മണിക്കുള്ളിൽ ഞാൻ കാശ് ബാങ്കിൽ അടച്ചില്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന അവന്മാരവായിരിക്കുന്ന അത്രയും ഞാൻ കേൾക്കണം. ഇതുകൊണ്ടാ ഞാനും ജീവിക്കുന്നത്. സന്തോഷിനോട് പറ പൈസ ആയിട്ട് ബാങ്കിൽ വരെ. എന്താ മിനി, അവനിപ്പോ എന്നും ജോലിയുണ്ടല്ലോ. മേടിച്ചതിന്റെയൊക്കെ പിടിച്ചിട്ടല്ലേ അമ്മേ ബാക്കി കിട്ടത്തുള്ളൂ. ഇന്നലെ കുറച്ച് കാശ് കിട്ടിയത് പലിശ കൊണ്ടടച്ചു. തൊഴിലുറപ്പ് തുടങ്ങാതെ ഞാൻ എന്ത് ചെയ്യും? ഉള്ളൊരു നല്ല ജോലി ഏതാണ്ട് കള്ള അസുഖം പറഞ്ഞ് സന്തോഷേട്ടൻ കളഞ്ഞിട്ടല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ ആലോചിക്കണമായിരുന്നു. ദൈവദോഷം പറയല്ലേ സ്മിത, ആ കമ്പനിയിലെ ജോലി ചെയ്തൊക്കെ ഏട്ടനൊന്നും ഇപ്പൊ ജീവനോടെ കാണത്തില്ല. എന്തൊരു വർത്തമാനാ സ്മിത നീ പറഞ്ഞത്? പിന്നെ ഞാൻ പറഞ്ഞാണല്ലോ തെറ്റായി പോയത്. ഇതാ കൊച്ചേ, മുട്ട പുഴുങ്ങി വെച്ചിട്ട് എണീറ്റ് വാ ഇങ്ങോട്ട് വാ. മോളിന്ന് ട്യൂഷന് പോയില്ലയോ? ട്യൂഷൻ ഫീസ് അടച്ചില്ല അച്ഛമ്മേ. അച്ഛമ്മയ്ക്ക് പെൻഷൻ കിട്ടട്ട് ഫീസ് അച്ഛമ്മ തരാൻ കേട്ടോ. ആരോട് പറയല്ലേ. മിനി, കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് എന്റെ കൂടെ ചോദിച്ചുകൂടായിരുന്നോ? ഞാൻ എവിടുന്നെങ്കിലും മറിച്ച് തരത്തില്ലായിരുന്നോ? എന്റെ പൊന്നെ വേണ്ടമ്മേ, അതങ്ങനെ ഇവിടെ അറിഞ്ഞിട്ട് എന്തിനാ വെറുതെ വായിരിക്കുന്ന കേൾക്കുന്നത്? ഒരാളുടെ വരുമാനം കൊണ്ട് എങ്ങനെ കഴിയാന്? ആ പെട്രോൾ പമ്പിൽ അങ്ങനെ ജോലിക്ക് പോവാന്ന് പറഞ്ഞാൽ ഏട്ട സമ്മതിക്കത്തുമില്ല. അതിന് അവന്റെ കൂട്ടുകാരനല്ലേ പെട്രോൾ പമ്പ് നടത്തുന്നത്. അവൻ അതൊക്കെ കുറച്ചില്ല. തൊഴിലുറപ്പ് തുടങ്ങാൻ താമസിച്ച ഉറപ്പായിട്ട് ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് കയറുമേ, വല്ല തുണിക്കടയിലോ കാഷ്യൂ ഫാക്ടറിയിലോ. അങ്ങനെ എന്തുവാ ഇവിടെ ഒരു വലിയ ചർച്ച? എന്തുവാ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, അല്ലാതെ എന്തുവാ? ദാരിദ്ര്യം മനസ്സിലായിരിക്കും, അല്ല എന്താ ഇവിടെ പറയാനുള്ളത്? അതെ, ഒരു ലോഡ് തുണി ആ വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ടുണ്ട്. എന്റെ ഏട്ടൻ വാങ്ങിച്ച വാഷിംഗ് മെഷീൻ, ഇനി കറണ്ട് ബില്ല് കൊടുക്കേണ്ടത് എന്റെ ഏട്ടൻ. നിങ്ങളുടെ കയ്യിലെ വളയൊന്നും ഊരിപ്പോത്തിലുള്ള ആ തുണി നനയ്ക്കുന്ന കല്ലിലോട്ട് കൊണ്ടിട്ട് അലക്കി കഴിഞ്ഞാ വേഗം അത് മാറ്റിത്താ, എനിക്ക് തുണി നനയ്ക്കാനുണ്ട്. ഞാനത് മാറ്റിത്തരാം. ആ, മാറ്റി തന്നാ മതി.